ഈ വീഡിയോയിൽ നമ്മൾ ഒരു ലിക്വിഡിറ്റി റേഷ്യോയുടെ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. 2-3 പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് പ്രോബ്ലം ഇസ് ഓൺ 31st December 2016 the balance sheet of Marshall Company shows the total current assets of rupees 11 lakh and the total current liability of rupees 4 lakh. You are required to compute current ratio of the company. Current ratio. Ratio means relationship between two variables. ഓർമ്മ വരണം. അപ്പോൾ ഏതൊക്കെ തമ്മിലുള്ള കറണ്ട് റേഷ്യോ, ഏത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റി. സോ യു ഷുഡ് റൈറ്റ് ഡൗൺ ദ ഫോർമുല. കറണ്ട് റേഷ്യോ ഈക്വൽസ് കറണ്ട് അസറ്റ്സ്, ഞാൻ ഇവിടെ സ്ലാഷ് എന്നാണ് ഇട്ടേക്കുന്നത്, സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടതാണ്. സോ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സ് എത്രയാണ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്? 11 lakh. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 4 lakh. So 11 lakh divided by 4 lakh gives you 2.75. അപ്പോൾ 2.75 എന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കതിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. 2.75:1 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. 2.75:1. അതിൻ്റെ മീനിങ് എന്താ? ഒരു 2.75 റുപ്പീസിൻ്റെ കറണ്ട് ലയബിലിറ്റി ഉള്ള അസറ്റ് ഉള്ള നമുക്ക് 1 രൂപയുടെ കറണ്ട് ലയബിലിറ്റിയാണ് ഉള്ളത്. അസറ്റിനെക്കാട്ടി കുറവാണല്ലോ നമ്മുടെ ലയബിലിറ്റി. അസറ്റിനെക്കാട്ടി ഒരിക്കലും, കറണ്ട് അസറ്റിനെക്കാട്ടിലും ഒരിക്കലും കറണ്ട് ലയബിലിറ്റി കൂടാൻ പാടില്ല. അപ്പോൾ ഇത് ഓക്കെയാണ്. ദി കറണ്ട് റേഷ്യോ ഇസ് 2.75, വിച്ച് മീൻസ് ദ company's current assets are 2.75 times more than its current liabilities. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓക്കെയാണ് ഈ കറണ്ട് റേഷ്യോ വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The T&D company's current ratio is 2.5:1. അതായത് കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. 2.5:1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2.5 എന്ന് പറയുന്ന കറണ്ട് അസറ്റും 1 എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റിയും. That means the company's current assets are 2.5 times more than its current liabilities. അതാണ് അതിൻ്റെ മീനിങ്. 2.5:1 for the recent period. ഇപ്പോഴത്തെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. If the current assets of the company are rupees 75 lakh, what are the total liabilities? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കറണ്ട് റേഷ്യോയും തന്നിട്ടുണ്ട്, കറണ്ട് അസറ്റ്സും തന്നിട്ടുണ്ട്. നിങ്ങളോട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്? കറണ്ട് ലയബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം കറണ്ട് റേഷ്യോയുടെ ഫോർമുല എഴുതുക. കറണ്ട് റേഷ്യോ ഈക്വൽസ് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, കറണ്ട് റേഷ്യോ എന്തെന്നാണ് പറയുന്നത്? 2.5:1. ആ ആൻസറിങ് തന്നിരിക്കുകയാണ്. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. 2.5:1 എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 7,50,000 ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റിയുടെ ഫിഗർ അറിയത്തില്ല. സോ പുട്ട് ഇറ്റ് ആസ് CL. ഡിനോമിനേറ്റർ അറിയില്ല. ഈ 2.5:1 എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ്. 2.5 ഡിവൈഡഡ് ബൈ 1 എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് 1 എന്ന് പറയുന്ന ലയബിലിറ്റിയും 2.5 എന്ന് പറയുന്നത് അസറ്റും. ദാറ്റ് ഈസ് കറണ്ട് അസറ്റ്സ് ആർ 2.5 ടൈംസ് മോർ ദാൻ ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റി ഈക്വൽസ് 75 lakh ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിച്ചുകൂടെയോ? പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. കറണ്ട് ലയബിലിറ്റി ഇൻറ്റു 2.5 ഈക്വൽസ് 75 lakh into 1. Therefore current liability equals 75 lakh divided by ഈ 2.5 ഇവിടെ കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ആവും. 2.5 ഡിവൈഡ് ബൈ 2.5 ദാറ്റ്സ് ഈക്വൽ ടു 3 lakh. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കറണ്ട് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്. അപ്പോൾ എന്തിൻ്റെ സഹായത്തോടെ? കറണ്ട് റേഷ്യോയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് കറണ്ട് റേഷ്യോ ഇസ് 1.5 ആൻഡ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് ആർ rupees 50 lakh, then what are the total current assets? ഇപ്പോൾ ഇവിടെ എന്ത് തന്നിരിക്കുന്നു? കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, പിന്നീട് കറണ്ട് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കാൻ പറയാണ്? കറണ്ട് അസറ്റിനെ കണ്ടുപിടിക്കാൻ പറയുന്നു. സോ ഫസ്റ്റ് റൈറ്റ് ഡൗൺ ദി ഫോർമുല ഫോർ കറണ്ട് റേഷ്യോ, ദാറ്റ് ഇസ് കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 1.5. എന്ന് പറയുന്നത് 1.5:1 എന്നാണ് അതിൻ്റെ മീനിങ്. എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് അറിയില്ല. ദെൻ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 5 lakh. പിന്നീട് 1.25:1 നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 1.5 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി 5 lakh. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അത് കറണ്ട് അസറ്റ് ഇൻറ്റു 1 ഈക്വൽസ് ഇതിങ്ങോട്ട് വരുമ്പോൾ 5 lakh ഇൻറ്റു 1.5. സോ കറണ്ട് അസറ്റ് ഈക്വൽസ് 7,50,000. അപ്പോൾ കറണ്ട് അസറ്റ് 7,50,000 എന്ന് കിട്ടി. അപ്പം കറണ്ട് റേഷ്യോ വെച്ച് നമുക്ക് ഏതെങ്കിലും ഒരു മിസ്സിംഗ് ഇൻഫർമേഷൻ, കറണ്ട് അസറ്റ് തന്നിട്ടില്ലെങ്കിൽ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാം, കറണ്ട് ലയബിലിറ്റി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കാം. ചിലപ്പോൾ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് കറണ്ട് റേഷ്യോ. അപ്പം കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഡിവൈഡ് ചെയ്ത് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തത് ഇത് മൂന്നും കൂടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കറണ്ട് റേഷ്യോ മാത്രമല്ലേ ചെയ്തോളൂ. ഇനി മൂന്നും കൂടെ ഉള്ളത്. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്.
അസറ്റ്സും ലയബിലിറ്റീസ്. അസറ്റ്സ് സൈഡിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫേർണിച്ചർ, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് ഇൻ ഹാൻഡ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ലയബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, റിസർവ്സ് ഇൻ സർപ്ലസ്, 8% ഡിബെഞ്ചേഴ്സ്, ദെൻ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, പ്രൊവിഷൻ ഫോർ ടാക്സ്. ഞാൻ ആദ്യം പറഞ്ഞ ലിക്വിഡിറ്റി റേഷ്യോ എവിടെ നിന്ന് മാത്രം വരുന്നതാണ്? ബാലൻസ് ഷീറ്റിലെ ആസ്പെക്ട്സ് വെച്ച് മാത്രം ചെയ്യുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ നമുക്ക് ഈ ബാലൻസ് ഷീറ്റ് മതി ലിക്വിഡിറ്റി റേഷ്യോ ചെയ്യാനായിട്ട്, അല്ലാതെ ട്രേഡിംഗ് ഈ സാഹചര്യത്തിൽ ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട് ഒന്നും വേണ്ട. ഓക്കെ, ഇതിനകത്ത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ആൻഡ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ട് റേഷ്യോയുടെ ഫോമുല എന്താ? കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇവിടെ ഏതൊക്കെയാണ് കറണ്ട് അസെറ്റ്? ഫേർണിച്ചർ വരെ ഫിക്സ്ഡ് അസെറ്റ് ആയിരുന്നു. കറണ്ട് അസെറ്റ് ഏതൊക്കെയാണ്? സ്റ്റോക്ക് പ്ലസ് ഡെറ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ പ്ലസ് ക്യാഷ് ഇൻ ഹാൻഡ് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എല്ലാം യൂസ് ചെയ്യാം, എല്ലാ കറണ്ട് അസെറ്റ്സും. അതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്കും 5 lakh കിട്ടി. അതാണ് കറണ്ട് അസെറ്റ്. കറണ്ട് ലയബിലിറ്റി ഇവിടെ എന്ന് പറയുന്നത് ഡിബെഞ്ചേഴ്സ് വരെ കറണ്ട് ലയബിലിറ്റി അല്ല. ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, പ്രൊവിഷൻ ഫോർ ടാക്സ്. കാരണം ഇതെല്ലാം വിത്തിൻ 1 year പേ ഓഫ് ചെയ്യേണ്ട ലയബിലിറ്റീസാണ്. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 2,50,000 വരും. So it's a relationship between current assets and current liability. 5 lakh divided by 2,50,000 gives you 2 divided by 1. So the ratio is 2:1. Ratio എഴുതാൻ നേരം 2:1 എന്ന് തന്നെ എഴുതണം. ഇതിൻ്റെ മീനിങ് എന്താ? The current assets are 2 times more than its current liability. കറണ്ട് റേഷ്യോ കഴിഞ്ഞു. ഇനി അടുത്ത ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോയുടെ ഫോമുല എന്ന് പറയുന്നത് ക്വിക്ക് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അതായത് എല്ലാ കറണ്ട് അസറ്റിനെയും കൺസിഡർ ചെയ്യാൻ പാടില്ല, ക്വിക്ക് അസറ്റ്സ് മാത്രം. ക്വിക്ക് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? കറണ്ട് അസറ്റിൽ നിന്നും എന്തിനെയും അങ്ങ് മാറ്റിക്കളഞ്ഞാൽ മതി? സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസിനെയും മാറ്റിക്കളഞ്ഞാൽ നമുക്ക് ഏത് അസറ്റ് കിട്ടും? ക്വിക്ക് അസറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ക്വിക്ക് അസറ്റ് മീൻസ് കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ സ്റ്റോക്കും 5 lakh ആയിരുന്നു കറണ്ട് അസറ്റ്, അതിൽ നിന്ന് നമ്മൾ എന്തിനെ മാറ്റി? സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസിനെയും മാറ്റിക്കളയുന്നു. ദെൻ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി സെയിം ഫിഗർ തന്നെ 2,50,000. സോ ദ റേഷ്യോ കെയിം ടു 1.28 divided by 1 and it should be expressed as 1.28:1. അപ്പോൾ ക്വിക്ക് റേഷ്യോയും കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. ഒരെണ്ണം കൂടെ പറഞ്ഞായിരുന്നല്ലോ. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാഷ് ആൻഡ് മാർക്കറ്റബിൾ സെക്യൂരിറ്റി, ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ഇവിടെ കറണ്ട് അസറ്റിൽ ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും ഉണ്ടോ? മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒന്നുമില്ല. എന്ത് മാത്രമേ ഉള്ളൂ? ക്യാഷ്. അപ്പോൾ ക്യാഷ് മാത്രം എഴുതിയാൽ മതി. സോ ദി ന്യൂമറേറ്റർ ഈസ് ഓൺലി ക്യാഷ്, ദാറ്റ് ഈസ് 80,000 ഡിവൈഡഡ് ബൈ ദ ലയബിലിറ്റി ഈസ് 2,50,000. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.32 എന്നാണ് കിട്ടുന്നത്. ഡിവൈഡ് ബൈ 1 വരും. അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? 0.32:1 എന്ന് എക്സ്പ്രസ് ചെയ്യണം. ഇനി നമുക്കിതിനെ കമൻറ്റ് ചെയ്യണം. ഇതെങ്ങനെയാണ്? ഓക്കെ ആണോ ലിക്വിഡിറ്റി പൊസിഷൻ? ഓക്കെ ആണോ അല്ലയോ എന്ന്. അപ്പോൾ കറണ്ട് റേഷ്യോ നോക്കിയാൽ കറണ്ട് റേഷ്യോ ഓക്കെ ആണല്ലോ, സ്റ്റാൻഡേർഡ് പോലെ തന്നെ ബെഞ്ച് മാർക്കിൽ തന്നെ നിൽക്കുവാണ് 2:1. സോ കറണ്ട് റേഷ്യോ ഇസ് 2:1 വിച്ച് ഇസ് കൺസിഡർഡ് ടു ബി ഹൈലി സാറ്റിസ്ഫാക്ടറി. ഇതാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അനലൈസ് ചെയ്തിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം എങ്ങനെയാണ് നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ നമ്മുടെ കമ്പനിയുടെ. പിന്നീട് ആസിഡ് ടെസ്റ്റ് റേഷ്യോ അപ്പിയേഴ്സ് ടു ബി 1.28:1. ഐഡിയൽ പറയുന്നത് 1:1 ആണ്. അത് വലിയ പ്രശ്നമൊന്നുമില്ല. 1.28:1 സാറ്റിസ്ഫാക്ടറി തന്നെയെന്ന് പറയാം, which is an indication that the firm has the ability to meet its current liability on time. അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം എന്താണ് കൂടി നിൽക്കുന്നത്? കറണ്ട് അസറ്റ് തന്നെയാണ് കൂടി നിൽക്കുന്നത്. പിന്നീട് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അപ് ടു ദി ബെഞ്ച് മാർക്ക് ലെവൽ. എനി ഹൗ ദി ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദി ഫേം ഇസ് ഗുഡ്. അത് അത്ര നല്ലൊരു പൊസിഷനിൽ നിൽക്കുമല്ല. എനിവേ വി ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദിസ് ലിക്വിഡിറ്റി പൊസിഷൻ. ബാക്കി 2 റേഷ്യോസും ഓക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങനെയാണ് ലിക്വിഡിറ്റി പൊസിഷനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എല്ലാം കറണ്ട് അസറ്റ്സ് ആണ് കുറവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ടു ഇംപ്രൂവ് അവർ ലിക്വിഡിറ്റി. ഇപ്പോൾ ഈ റേഷ്യോ കാണുമ്പോൾ മനസ്സിലാവും. കറണ്ട് റേഷ്യോ നോക്കിയപ്പോൾ 0.5:1, ക്വിക്ക് റേഷ്യോ നോക്കിയപ്പോഴത്തേക്കും 0.3:1 എന്നൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ? കറണ്ട് അസറ്റ് ഇസ് ലെസ് ദാൻ അവർ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ നമ്മൾ വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്, നമ്മൾ ഹെവി ലിക്വിഡിറ്റി പ്രോബ്ലംസ് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ liquidity ratios. Next we will move on to leverage ratio.